Welcome to Sab's vlog, guys. Yo guys, welcome back to Sab's Couple vlog after a long time. ഗൈസ്, അപ്പം ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയായിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ റൂമിനടുത്ത് കുറച്ചേലും നടക്കാൻ അങ്ങനെ നടന്നിട്ട് പോകുന്നുള്ളത്. നടക്കുന്ന ഒരു സൂക്കിൻ്റെ ഉള്ളിൽ, അതായത് അറബികളെല്ലാം ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ മുന്നേ കുറേ ദിവസമായി അറബി ഡ്രസ്സില്ല, അറബികളെടുത്ത ഡ്രസ്സ് അതെങ്ങനെ എന്ത് കഥയും ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു ഫസ്റ്റ് ഷോപ്പിൽ കയറിയത് ഒരു ഇറാനിൻ്റെ എന്തോ ഷോപ്പാണ്. ഇറാനിയല്ല, മിസ്രി അങ്ങനത്തെ എന്തോ ഷോപ്പായിരുന്നു. അവനോട് ചോദിച്ചിട്ട് അവൻ ഒറ്റയടിക്ക് പറഞ്ഞ് 600 ദിർഹംസ് നടത്തി കഴിഞ്ഞിട്ട് പാഞ്ഞ് ഒന്നും നോക്കിയിട്ടാണ്. അങ്ങനെ പിന്നെ ഒരു പച്ചകള പീടിയൊക്കെ പോയിട്ട് അവർ പറഞ്ഞ് എന്താ പറയുമോ, ഈ ഡ്രസ്സ് ഇത് ജസ്റ്റ് അറബികൾ 1-2 വട്ടം ഇട്ടിട്ട് കളയാനുള്ള ഡ്രസ്സാണ്. അപ്പം നമുക്കിത് നല്ലതല്ല, നമുക്ക് നല്ല മെറ്റീരിയൽ എടുത്തിട്ട് നല്ല ഡ്രസ്സ് തുന്നുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഇതേ മോഡൽ മെറ്റീരിയൽ. क्योंकि ये रेडीमेड एक आधी दफ़ा पहनता है, ये इतना मज़ा वाला काम नहीं है। ये तो बस ऐसी नकली से काम होता है, ये ऐसी होता है। आपको चीज़ बनाने को मजबूत पायदार बनाए. അതാണ് ഇവർ പറയുന്നത്. അങ്ങനെ എന്താ വെച്ചെങ്കിൽ നിങ്ങൾ നല്ല തുണി എടുത്തിട്ട്, അതായത് നല്ല മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് വലിയ അതായത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഇവർക്കെല്ലാം പ്രശ്നമല്ല, 1-2 വട്ടം കളയാലോ എന്ന് പറയുന്നവർ. അറിയില്ല, ഞാൻ ചെല്ല് തള്ളിന്ന്. പക്ഷെ എടുത്ത ഷോപ്പെല്ലാം കാണും ഒരു നാട്ടിൽ ഇതുപോലെ തന്നെ. ഇങ്ങോട്ടെല്ലാം മോശം. ആ നാട്ടിൽ നമുക്കത് പോരും മുറ്റമെല്ലാം കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ ശരി അജ്മാൻ തള്ളിന്ന് വിളിച്ചു. പിന്നെ ബീച്ചിലേക്ക് എന്നിട്ട് വന്ന് ബീച്ച് കാണുന്നില്ല, അടുക്കത്തൊന്നും അറിയില്ല. കാറിൽ വരുമ്പോ ഈ സ്ഥലം കിട്ടുന്നെന്ന് തോന്നല്ലേ. ഓതാടെ ബീച്ച് ആ സൈഡ് എന്ന് തോന്നുന്നു. പിന്നെ ഇത് വേറെ 10 ബീച്ചിൻ്റെ പൊയ്യ മണ്ണെല്ലാം കാണുമ്പോൾ ഭയങ്കര ആർക്ക് പോന്നറിയില്ല. ബീച്ച് ആടാണ്ടിത് ആ സൈഡൊന്നും തോന്നുന്നു. ബീച്ച് കൂട്ടിക്കൊണ്ട് പോന്ന് ലാസ്റ്റ് എന്റെ വീഡിയോ ഇല്ലാത്ത ബീച്ചും ഇല്ലാത്താവും തോന്നുന്നു. ആ ബീച്ചിന്റെ കാറ്റെല്ലാം കാണുന്നുണ്ട്. കാണുന്നല്ല ഒരു ഇതെന്ത് പള്ളിയാ? പിന്നെ ഇതെന്ത് അതാ സൈഡ് മറ്റേണ്ട. ഇതേതറിഞ്ഞാ ഇത് ഞാൻ വന്നിട്ട് മറ്റേ എടുക്കറിഞ്ഞാ വേറോണ റിസോർട്ട് അവിടെ എത്തി. വേറോണ റിസോർട്ട് ആ സൈഡ്. ഇതിങ്ങനെ കാറിനെ നമ്മ കണ്ട ഉള്ളിലേക്ക് വരുന്ന സ്ഥലം ഒക്കെ അതിന് നല്ല സ്പോട്ട് എടുക്കുന്ന സ്ഥലമുണ്ട്. നോക്ക് വേണമെങ്കിൽ അതിന് പോയിട്ട് നോക്ക്. പയ്യ വരുമ്പോ അവിടെ നോക്കാം, അപ്പൊ അറിയും ഞാൻ ചെല്ലിയ സ്ഥലമല്ലേ. ഈടെ എന്ത് പെയ്യില്ലല്ലേ. അജ്മാൻ പാലസ് ഹോട്ടലാണ് ഇത്. ഇതാണ് അജ്മാൻ പാലസ് ഹോട്ടൽ. ഗൈസ് അങ്ങനെ ഞങ്ങ മഞ്ചേശ്വര ബീച്ചിന്റെ സൈഡിലേക്ക് എത്തി. കുന്നെല്ലുണ്ട്. ഇപ്പൊ നോക്ക് വയ്യത്തുനിന്ന് കാണാ പോന്നറിയല്ല. എന്ത് പള്ളിന്റെയാ കൊറേ ഇതെല്ലാം പെട്ടില്ലേ റബ്ബ. നമ്മളിപ്പോ വയ്യത്തു എന്തും ഇത്ര കാലി സ്ഥലം മാത്രം. പോരട്ടുന്നവർക്ക് പോരട്ടാടാ. ഞാനിന്ന് ഉപ്പാട്ട് ഫസ്റ്റ് വരുമ്പോ ചെല്ലുക നിങ്ങൾക്കറിയല്ലേ. ഞാൻ എന്ത് ചെല്ലിയ അയില പോന്നെ. അപ്പൊ ഒരാൾ അല്ല അത് അല്ല ഇപ്പൊ എന്തായി കുടിച്ച കള്ളന്ന് അങ്ങനെ പാത്ത് കയറിയാൻ തുടങ്ങി. ശരി എന്റെ ചോദിച്ചിട്ടല്ലേ പാത്തു ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ടാ പാത്ത് കേൾക്കുന്ന. എന്നൊന്ന് കടല് കാണിച്ചു തരും പപ്പ. എത്ര ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടക്കാത്ത? എങ്ങനെ പാടിയ അജ്മാനില്ല നല്ല നല്ല സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങി
ഇറങ്ങുന്നില്ല. സംഭവം എന്റെ കെട്ടിയോന് എന്നെ പുറത്ത് കൊണ്ടുവരുന്നില്ല. കെട്ടിയോണ് ഫുള്ള് ബിസിയാണ്. ബാ നീ ചൊടിച്ചിരിക്കാൻ എന്നെ വേണം ടൈം തേച്ചു. ബീച്ച് ക്ലോസ് ആക്കാനായി. എന്തത് അതിരിക്കട്ടെ, അത് വരുമ്പോ നോക്കാം. എന്റെ പേര് ബുജ്ജി. റോട്ടിലൊക്കെ ഇറങ്ങിയല്ലോ. അങ്ങനെ ഞങ്ങൾ യാടോ എത്തി. യാടോ അറിയല്ല. ഇനിയിപ്പോ റൂമിലേക്ക് എത്തോ ടാക്സി ഓടിച്ചു ഞാൻ പോണ്ടി വരും. നടന്നിട്ട് ഫാത്തിമ റോട്ടിലേക്ക് ഇറങ്ങിയിരുന്നോടെ. സൈഡിലെ പോണ്ട. അയ്യോ നല്ല മജുണ്ട് ഇവിടെ. ഇതന്നെ ഞാൻ ചെല്ലുമ്പോ കേട്ടോ ഞാൻ ചെല്ലുതാ ആ സ്ഥലത്തില് പോവാ. നമ്മ ഈടുന്ന് കട്ടാക്കിയതാ. അല്ല ഈടുന്നല്ല ഇല്ലെന്തോ യൂട്യൂബ് എടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ ശരിയായി പോവാ. ഫോട്ടോ എടുക്കുന്നെങ്കിൽ നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇല്ലേ എനിക്ക് എന്താണെങ്കിലും ഒറ്റ ഒരു സ്ഥലം കണ്ടെങ്കിൽ എനിക്ക് അറിയും. ഇത് എനിക്ക് മേലെ ഒറ്റ കണ്ടകാരൻ എന്ത് സ്ഥലമാണെങ്കിലും ഏത് ഷോപ്പാണെങ്കിലും ഒറ്റ കണ്ടകാരൻ. ഒരാള് നല്ല കാര്യം ചെല്ലുമ്പോ ഓക്കെ ഓൾക്ക് അറിയുന്നു. അങ്ങനെയല്ല ഒരൊറ്റ നോട്ടം ഗൈസ്, അതോടുകൂടി എല്ലാം മനസ്സിലാകുന്നതായിരിക്കും ഗൈസ്. ചായക്ക് എന്തോ ഇട്ട് കൊടുത്തില്ല. ഒരു ചായ ഒരു നഗറ്റ്സ് അല്ലേ എന്നോട് കേട്ടത്. സംഭവം എന്താ അറിയോ, ചോറ് വെച്ചിനെത്ര ഇതൊരു പൊയ്യ കാണാത്തത് തോന്നുന്നു. ചോറ് വെച്ചിനെത്ര ഞാൻ ചോറ് വെച്ചിനെത്ര എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെക്കാം. നമുക്ക് നഗറ്റ്സ് ഉണ്ടാ, നമുക്ക് ചായ ഉണ്ടാ. അപ്പൊ ഞാൻ ശരി ലേറ്റ് ആയെങ്കിലും വീഡിയോ കിട്ടല്ലോ, ഫോട്ടോ എടുക്കാൻ കാര്യം ഇട്ടാവും. വന്നിട്ട് ഞാൻ നഗറ്റ്സ് ആക്കി തരാന്ന്. അങ്ങനെ ഞാൻ ശരി ചായ മാത്രം വെച്ച് തരുന്ന. ചായ വെച്ചിട്ട് കൊടുക്കുമ്പോ കഞ്ഞി ഞാനൊക്കെ എന്തറിയോ ഒരു നഗറ്റ്സ് എല്ലാം കേട്ടണ അത് തരാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ പോയിട്ട് നോക്കും ഞാൻ നഗറ്റ്സ് ബൈക്കിട്ട് തള്ളുന്ന. ബീച്ചിലൊക്കെ എത്തുമ്പോ ഇട്ടായി. ഇനി നോമ്പെല്ലാം ആവാനായില്ലേ, നോമ്പാവാനായി. പിന്നെ ഇൻഷാ അല്ലാ ഞങ്ങൾ റൂം മാറുന്നു. അജ്മാനിന്ന് മാറണോ വിചാരിക്കുന്നു. ഇല്ല പോണ അതപ്പുറത്തല്ലേ പോവാ. റൂം മാറണോ അങ്ങനെയുള്ള കൊറേ സംഭവം കാര്യങ്ങൾ ബാക്കിയുണ്ട്. നോക്കുക ഇതെല്ലാം കാണുമ്പോ നമുക്ക് സത്യം നാട്ടിലേക്ക് എത്തിയ പോലെ. ബീച്ചതാ ഈല റിസോർട്ട് എന്നാ നമുക്ക് ബീച്ച് കണ്ടാ പോരെ. കടല് തുള്ളി കളിക്കുന്നുണ്ട്, തുള്ളി ചാടുന്നുണ്ട്. ഇത് ഞാൻ മറ്റേ നമ്മളെ ഇവിടെ മൂസോടിയില്ലല്ലോ ഹാർബറില്ലേ, അതുപോലെ ഉണ്ടല്ലേ. ഇത് അറബിക്കടലല്ലേ. നേരെ ചെല്ല ഇത് ഈത്ത പിടിച്ചിട്ടാ പൂവായി. അതെന്ത് പൂവല്ലേ, പിന്നെന്താ അതിന്റെ ഓലയാ. ഞാൻ അത്ര ഇതൊന്നല്ല അറിഞ്ഞാ. അല്ല നമുക്ക് അപ്പുറത്തെ സൈഡ് നീ സൈഡ് കണ്ട. പക്ഷെ ഇവിടെ വണ്ടി നിപ്പിക്കുന്ന സ്ഥലമല്ലോ, റോഡല്ലാണ്ടീനല്ലോ. ഇവിടെ കാലി സ്ഥലമുണ്ട് കൈസ് കൊറേ. ആർക്കും പോരട്ടെ, ഞാൻ പോരട്ടെ. നമുക്കൊരു രാത്രി വരാം അവിടേക്ക്. അത് അയില പോണ്ടേ നോക്ക് ആടെ നോക്കിയാ. ഓ താടാ അത് നമുക്ക് മിഞ്ഞാന്ന് കണ്ട അപ്പുറത്തെ സൈഡിന്ന് റിസോർട്ടിനെ. റിസോർട്ടിലേക്ക് പോവാലോ. ഇതുപോലെ ചെയ്യലുണ്ട് കാണാനും. വള്ളല് വേറെ കളർ കടലില്. ഫാത്തിമല്ല ഒരു മനുഷ്യന്മാരില്ലാത്ത ബീച്ചാണ് ഗൈസ്. അങ്ങനെ ബീച്ചിലെത്തി. ഇതാണ് ബീച്ച്. നല്ല മനസ്സിലുണ്ടോ. പക്ഷെ ഒറ്റക്ക് വരുമ്പോ വാങ്ങിയില്ല. ഇപ്പൊ കൊറേ ആളെല്ലാം വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ബിസി ആക്കുന്നെങ്കില് വായി നോക്കാൻ ആരാ നോക്കുന്നത്. കോയി എന്റെ വായിൽ ചെല്ലിക്കണ്ട കോയി.
ഹലോ ഗായ്സ് നമ്മ ഇപ്പോ ആയിട്ടാണ് ഹലോ ഗായ്സ് നമ്മ ഇപ്പോ ബീച്ചിൽ എത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആഹാ വേറെന്താക്കുന്നു ഏടാ ബീച്ചില്ലേ ഫുള്ള് പറയും. ഏത് ബീച്ച് ഇത്? ഇതേടെ? കാസർഗോഡ്. കാസർഗോഡാ? നീ ഇപ്പൊ കാസർഗോഡിലുള്ള? അപ്പൊ ഗായ്സ് ഞങ്ങൾ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് ഗായ്സ്. ഗുഡ് നൈറ്റ്. അടുത്ത ബ്ലോഗിൽ കാണുന്നവർക്ക് ബൈ. ബൈ ബൈ.